Hi students, അപ്പോൾ നമുക്ക് ഇന്ന് തേർഡ് മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. തേർഡ് മോഡ്യൂൾ എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ റിസീവേഴ്സിനെ കുറിച്ചാണ്. ഒപ്റ്റിക്കൽ ഡിറ്റക്ടേഴ്സ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ റിസീവേഴ്സിനെ കുറിച്ചാണ് നമ്മൾ തേർഡ് മോഡ്യൂളിൽ നോക്കുന്നത്. നമ്മൾ ഓരോ മോഡ്യൂളും ഈ ഒരു ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ സബ്ജക്റ്റിൽ നമ്മൾ എക്സാമിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ മോഡ്യൂളും ശരിക്കും പറഞ്ഞാൽ ഓരോ ബ്ലോക്കിനെ റെപ്രസെന്റ് ചെയ്യും. അപ്പൊ അതിനകത്ത് നമ്മൾ ആദ്യത്തെ മോഡ്യൂളിൽ പഠിച്ച എന്താണ് ഒപ്റ്റിക്കൽ ഫൈബറിനെ കുറിച്ചാണ്. അതൊരു കമ്പോണന്റ് ഓഫ് ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ ആണ്. രണ്ടാമത്തെ മോഡ്യൂളിൽ നമ്മൾ പഠിച്ചത് ഒപ്റ്റിക്കൽ സോഴ്സസിനെ പറ്റിയാണ്. അതും ഒരു കമ്പോണന്റ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ ആണ്. അതിന്റെ ഇടയ്ക്കൂടെ നമ്മൾ കുറച്ച് ആഡ് ഓൺ ഇൻഫർമേഷനും കൂടെ പഠിക്കും. അതായത് എങ്ങനെയാണ് ഫൈബർ മാനുഫാക്ചറിങ്, ടൈപ്സ് ഓഫ് കേബിൾസ്, അതൊക്കെ നമ്മൾ പഠിക്കും. അപ്പൊ ഈ തേർഡ് മോഡ്യൂളിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് തേർഡ് മോഡ്യൂളിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്ന ഒപ്റ്റിക്കൽ ഡിറ്റക്ടേഴ്സ് ആണ്. അതിന്റെ ടൈപ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, സ്ട്രക്ചർ ആൻഡ് വർക്കിംഗ് ഓഫ് ടു ടൈപ്സ് ഓഫ് ഒപ്റ്റിക്കൽ ഡിറ്റക്ടേഴ്സ് ആണ് പിന്നും APD എന്ന് പറയുന്നത്. പിന്നെ ഈ ഡിറ്റക്ടേഴ്സിൽ വരുന്ന നോയ്സ്, അതിന്റെ പെർഫോമൻസ് കമ്പാരിസൺ, ദെൻ അടുത്തൊരു സെക്ഷൻ ആയിട്ട് വരുന്നതാണ് ഒപ്റ്റിക്കൽ റിസീവർ. അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നതെന്ന് വെച്ചാൽ എന്താ ഒപ്റ്റിക്കൽ ഡിറ്റക്ടേഴ്സ്, അത് ഏതൊക്കെ ടൈപ്സ് ആണ് ഉള്ളത്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, പിന്നെ പിൻ ഫോട്ടോ ഡയോഡിന്റെതും അവലാഞ്ചെ ഫോട്ടോ ഡയോഡ്, APD എന്ന് വെച്ചാൽ അവലാഞ്ചെ ഫോട്ടോ ഡയോഡാണ്, അതിന്റെയും രണ്ടിന്റെയും വർക്കിങ്ങും ഇത് രണ്ടും തമ്മിലുള്ള കമ്പാരിസണും. ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അപ്പൊ ആദ്യമേ ഫോട്ടോ ഡിറ്റക്ടേഴ്സ് എന്താണ്? ഫോട്ടോ ഡിറ്റക്ടേഴ്സ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഓഫ് നമ്മുടെ സോഴ്സ്, ഒപ്റ്റിക്കൽ സോഴ്സ് എന്ന് പറയാം. ഒപ്റ്റിക്കൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യുമ്പോഴത്തേക്കും അതിനെ ലൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. LED, ലേസർ, ഇതൊക്കെയാണ് ഒപ്റ്റിക്കൽ സോഴ്സിന് എക്സാമ്പിൾ. ഫോട്ടോ ഡിറ്റക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് ലൈറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്താൽ അതിനെ കൺവേർട്ട് ചെയ്ത് ഇക്വലന്റ് ഇലക്ട്രിക്കൽ കറണ്ട് ആയിട്ട്, മെഷറബിൾ ഇലക്ട്രിക്കൽ കറണ്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതാണ് എഴുതിയിരിക്കുന്നത്. എ ഫോട്ടോ ഡിറ്റക്ടർ ഈസ് എ ഡിവൈസ് വിച്ച് അബ്സോർബ്സ് എനർജി, ലൈറ്റ് എനർജീനെ അബ്സോർബ് ചെയ്തിട്ട് ആൻഡ് കൺവേർട്സ് ഇൻ ടു optical energy to a converts the optical energy to a measurable electrical current. അപ്പൊ ലൈറ്റിനകത്തുള്ള ഒപ്റ്റിക്കൽ എനർജീനെ ഒരു ഇലക്ട്രിക്കൽ കറണ്ട്, മെഷർ ചെയ്യാൻ പറ്റുന്ന ഇക്വലന്റ് ഇലക്ട്രിക്കൽ കറണ്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതാണ് ഫോട്ടോ ഡിറ്റക്ടേഴ്സ് ചെയ്യുന്നത്. അതായത് ലൈറ്റ് ടു ഇലക്ട്രിസിറ്റി, അതാണ് ഫോട്ടോ ഡിറ്റക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു സർട്ടൺ എനർജീനെ, ലൈറ്റ് എനർജീനെ കൺവേർട്ട് ചെയ്തിട്ട് എന്താക്കി മാറ്റും? ഇലക്ട്രിക്കൽ എനർജി. അത് നമുക്ക് മെഷർ ചെയ്ത് എത്ര വോൾട്ടാന്ന് വെച്ചാൽ കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഫോട്ടോ ഡിറ്റക്ടേഴ്സ്. ദെൻ ഫോട്ടോ ഡിറ്റക്ടേഴ്സ് മെയിൻലി രണ്ട് ടൈപ്പ് ഉണ്ട്. അതായത് അതിന്റെ ഒരു കൺവേർഷൻ മെത്തേഡ് വെച്ചിട്ട് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് തെർമൽ ഡിറ്റക്ടേഴ്സും രണ്ടാമത്തേത് ഫോട്ടോൺ ഡിറ്റക്ടേഴ്സും. തെർമൽ ഡിറ്റക്ടേഴ്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ ഫോട്ടോ ഡിറ്റക്ടേഴ്സിൽ ലൈറ്റ് വന്ന് ഫോൾ ചെയ്യുമ്പോൾ അതിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്കറിയാം അതിന്റെ റെസിസ്റ്റിവിറ്റിയും റെസിസ്റ്റൻസും ഒക്കെ ചേഞ്ച് ചെയ്യും, അല്ലേ? കാരണം ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണ് ഈ റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റി എന്നൊക്കെ പറയുന്നത്. സോ റെസിസ്റ്റൻസ് ഒക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ അതിന്റെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടിയാണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ അതിൽ കൂടെ ഉണ്ടാവുന്ന ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. ആ ഒരു ചേഞ്ച് ഇൻ കണ്ടക്ടിവിറ്റി വെച്ചിട്ട് എത്രമാത്രം ലൈറ്റ് ആണ് ഫ്ലോ ചെയ്തത്, അതിൽ കൂടെ വന്ന് ഫോളോ ചെയ്തതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആ ടൈപ്പ് ഓഫ് ഡിറ്റക്ടേഴ്സ്, ഫോട്ടോ ഡിറ്റക്ടേഴ്സ് ആണ് തെർമൽ ഫോട്ടോ ഡിറ്റക്ടേഴ്സ് എന്ന് പറയുന്നത്. അതായത് ലൈറ്റ് വന്ന് ഡിവൈസിൽ വീഴുന്നു, ഡിവൈസിന്റെ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നു, അതായത് ഡിവൈസ് ചൂടാവുന്നു, ചൂടാവുമ്പോഴത്തേക്കും അതിന്റെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് സച്ച് ആസ് റെസിസ്റ്റൻസും ഒക്കെ ചേഞ്ച് ചെയ്യുന്നു. അതനുസരിച്ച് അതിന്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി മാറും. അപ്പൊ ആ ഒരു ചേഞ്ച് ഇൻ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിനെ മെഷർ ചെയ്താൽ ആ ലൈറ്റിന്റെ ക്വാണ്ടിറ്റി എത്ര എന്നുള്ളത് നമുക്ക് കിട്ടും. അതാണ് തെർമൽ ഡിറ്റക്ടേഴ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് തെർമോപൈൽ എന്ന് പറയുന്നതാണ് ഒരു എക്സാമ്പിൾ. തെർമോപൈൽ. ഓക്കെ, തെർമോപൈൽ വിച്ച് ഇസ് എ സീരീസ് ഓഫ് തെർമോകപ്പിൾ. തെർമോകപ്പിൾ ഒക്കെ നിങ്ങൾ പഠിക്കും ഇനി. തെർമോകപ്പിള്, പൈറോ ഇലക്ട്രിക് ഡിറ്റക്ടറും തെർമോപൈലൊക്കെയാണ് അതിന് എക്സാമ്പിൾ. ഓക്കെ, തെർമോ ഡിറ്റക്ടർ, തെർമൽ ഡിറ്റക്ടർ. അടുത്ത ഫോട്ടോൺ ഡിറ്റക്ടേഴ്സ്. ഫോട്ടോൺ ഡിറ്റക്ടേഴ്സ് എന്ന് വെച്ചാൽ ലൈറ്റ് വന്ന് വീഴുമ്പോൾ ഫോട്ടോൺസിനെയാണ് കൺവേർട്ട് ചെയ്തിട്ട് ഇലക്ട്രോൺസ് ആക്കി മാറ്റുന്നത്. നമ്മൾ ഫോട്ടോൺ ഡിറ്റക്ടേഴ്സിലാണ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഫോട്ടോൺസിന്റെ എനർജി അബ്സോർബ് ചെയ്തിട്ട് ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഇലക്ട്രോൺ ഹോൾ പെയർ ഉണ്ടായി ആ ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കറണ്ടിനെ മെഷർ ചെയ്ത് ഫോട്ടോൺസ്, അതായത് ലൈറ്റ് എത്രയാണ് ഇൻസിഡന്റ് ആയതെന്ന് കണ്ടുപിടിക്കുക. അതാണ് ഫോട്ടോ ഡിറ്റക്ടേഴ്സ് എന്ന് പറയുന്നത്. അതിന് വാക്വം ട്യൂബ്സിന് എക്സാമ്പിൾ ആണ് ഫോട്ടോ മൾട്ടിപ്ലയേഴ്സ്. ദെൻ സെമി കണ്ടക്ടേഴ്സ് ആകുമ്പോഴത്തേക്കും അത് ഫോട്ടോ ഡയോഡ്സ്. ഈ ഒരു ഫോട്ടോ ഡയോഡ്സിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതായത് സെമി കണ്ടക്ടേഴ്സ് യൂസ് ചെയ്ത്, പി ടൈപ്പ് എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് യൂസ് ചെയ്ത് ഈ ഒരു പ്രിൻസിപ്പിൾ വർക്ക്ഔട്ട് ആക്കുക. അതായത് ലൈറ്റിനെ കൺവേർട്ട് ചെയ്ത്
ലൈറ്റിനകത്തുള്ള പാക്കറ്റ്സ് ഓഫ് എനർജി ആയിട്ടുള്ള ഫോട്ടോണിനെ കൺവേർട്ട് ചെയ്തിട്ട് ഇലക്ട്രോൺസ് ആക്കി കൺവേർട്ട് ചെയ്യുക. അതാണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആദ്യമേ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫോട്ടോ ഡിറ്റക്ടേഴ്സ് ആണ്. ഒരു ഫോട്ടോ ഡിറ്റക്ടർ, നല്ലൊരു ഫോട്ടോ ഡിറ്റക്ടറിന് വേണ്ട ക്യാരക്ടറിസ്റ്റിക്സ്. ആദ്യം തന്നെ ഹൈ സെൻസിറ്റിവിറ്റി ആയിട്ട് ഓപ്പറേറ്റിംഗ് വേവ് ലെങ്ത്. അപ്പൊ നമ്മുടെ ലൈറ്റിന് ഒരു വേവ് ലെങ്ത് കാണും, ആ വേവ് ലെങ്തിലായിരിക്കണം ഇത് ഓപ്പറേറ്റ് ചെയ്യാനുള്ളത്. അന്നേരം ഇതിന് ഹൈ സെൻസിറ്റിവിറ്റി വേണം. സെൻസിറ്റിവിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഏറ്റവും ചെറിയ ലൈറ്റിനെയും ഡിറ്റക്ട് ചെയ്യാൻ പറ്റണം, അതാണ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഹൈ സെൻസിറ്റിവിറ്റി അറ്റ് ഓപ്പറേറ്റിംഗ് വേവ് ലെങ്ത്. അടുത്തത് ലാർജ് ഇലക്ട്രിക്കൽ റെസ്പോൺസ് ടു ദി റിസീവ്ഡ് ഒപ്റ്റിക്കൽ സിഗ്നൽ. അപ്പം നമുക്ക് എന്താണ്, നമുക്ക് മെഷറബിൾ ആയിരിക്കണം വെളിയിൽ വരുന്ന ഇലക്ട്രിക്കൽ റെസ്പോൺസ് എന്ന് പറയുന്നത്. ചെറിയൊരു ഒപ്റ്റിക്കൽ സിഗ്നൽ വന്നാൽ പോലും ഒരു വലിയ കറണ്ട്, അതായത് മെഷറബിൾ ആയിട്ടുള്ള കറണ്ട് ചേഞ്ച് അതിൽ കാണിക്കണം. അല്ലാതെ ഇപ്പം 0.1 വോൾട്ട് 0.2 വോൾട്ട് ആവാൻ വേണ്ടി ഒത്തിരി ലൈറ്റ് ഇടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നമുക്ക് മെഷറബിലിറ്റി അവിടെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് 0.1 പിന്നെ 0.11 കാണിക്കണം, 0.12 കാണിക്കണം. അങ്ങനെ ലാർജ് ഇലക്ട്രിക്കൽ റെസ്പോൺസ് നമുക്കത് തരണം. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഷോർട്ട് റെസ്പോൺസ് ടൈം ആയിരിക്കണം. അതായത് എന്താണ്, ലൈറ്റ് വന്ന് വീണ ഉടനെ തന്നെ അത് കറണ്ടായിട്ട് കൺവേർട്ട് ചെയ്ത് കാണിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അതാണ് ഷോർട്ട് റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത്. പിന്നെ മിനിമം നോയ്സ് കുറവായിരിക്കണം. അത് എല്ലാ ഡിവൈസ് എടുക്കുമ്പോഴും നമ്മൾ പറയുന്നതാണ്, നോയ്സ് കുറവായിരിക്കണം. പിന്നെ പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സ് സ്റ്റേബിൾ ആയിരിക്കണം. എന്ന് വെച്ചാൽ ഇപ്പൊ ഒരിത്തിരി ലൈറ്റ് വന്ന് വീണപ്പോ 0.1, അതേ ലൈറ്റ് വന്ന് വീണ്ടും വീണപ്പോഴത്തേക്കും എന്താ 0.2 കാണിച്ചു. അപ്പൊ അങ്ങനെയല്ല, പെർഫോമൻസ് എപ്പോഴും സ്റ്റേബിൾ ആയിരിക്കണം, ഒരേപോലത്തെ പെർഫോമൻസ് തന്നെ കാഴ്ചവെക്കണം. ദെൻ ലോ ബയസ് വോൾട്ടേജ്, കൂടുതൽ ബയസ് വോൾട്ടേജ് ഒന്നും വേണ്ടി വരരുത്. പിന്നെ ക്വാണ്ട എഫിഷ്യൻസി, റെസ്പോൺസിവിറ്റി ഷുഡ് ബി ഹൈ. ഇത് രണ്ട് പ്രോപ്പർട്ടീസ് ആണ്. നമ്മൾ അടുത്ത് വരുന്ന സ്ലൈഡുകളിൽ നോക്കും ക്വാണ്ട എഫിഷ്യൻസി എന്താണ്, റെസ്പോൺസിവിറ്റി എന്താണെന്നുള്ളത്. പിന്നെ എല്ലാത്തിലെയും പോലെ നമ്മൾ സ്മോൾ സൈസ് ആയിരിക്കും എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ഹൈ റിലയബിലിറ്റി, ചീത്തയാവാൻ പാടില്ല, കുറെ കാലം ഓടണം. ദെൻ ലോ കോസ്റ്റും കുറവായിരിക്കണം. അപ്പൊ ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇത് ചിലപ്പോൾ 4 മാർക്കിനൊക്കെ ചോദിക്കാം, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫോട്ടോ ഡിറ്റക്ടേഴ്സ്. അടുത്തത് നമ്മൾ പറഞ്ഞു പെർഫോമൻസ് പാരാമീറ്റേഴ്സ് ആണ്. എന്തൊക്കെയാണ് പെർഫോമൻസ് പാരാമീറ്റേഴ്സ്? ഞാൻ പറഞ്ഞു നമ്മൾ ക്വാണ്ട എഫിഷ്യൻസിയും റെസ്പോൺസിവിറ്റിയും നോക്കൂ എന്ന് പറഞ്ഞു. അതായത് ഒരു ഫോട്ടോ ഡിറ്റക്ടറിന്റെ ഫിഗർ ഓഫ് മെറിറ്റ് എന്ന് പറയുന്നത് ഈ 5 പോയിന്റ് ആണ്. അതായത് ക്വാണ്ട എഫിഷ്യൻസി, റെസ്പോൺസിവിറ്റി, സ്പെക്ട്രൽ റെസ്പോൺസ്, നോയ്സ് ഇക്വലന്റ് പവർ, then ഡിറ്റക്ടിവിറ്റി ആൻഡ് ഡി സ്റ്റാർ. ഡിറ്റക്ടിവിറ്റി ഡി സ്റ്റാറും ആൻഡ് ഇട്ട് പറഞ്ഞേക്കുന്നെങ്കിൽ അതൊരു ഓർ കോൺസെപ്റ്റിലാണ് നമ്മൾ രണ്ടും ഏകദേശം ഒരേപോലെ തന്നെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം ക്വാണ്ട എഫിഷ്യൻസി എന്താന്ന് നോക്കാം. അപ്പൊ ഈ ഡിവൈസ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്, ഈ ഫോട്ടോൺസ് വന്ന് വീഴുന്നു, അതിനെ ഇലക്ട്രോൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പൊ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും എന്താ പറയുന്നത്, ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് എന്നാണ് പറയുന്നത്, ഇല്ലേ? അപ്പൊ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, ഇലക്ട്രോൺസ് ജനറേറ്റഡ്. ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്, ഫോട്ടോൺസ് വന്ന് വീഴുന്നത്. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. എന്താണ്, ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ്ഡ് പെർ ഇൻസിഡന്റ് ഫോട്ടോൺ. അതായത് എഫിഷ്യൻസി ഈറ്റ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ്ഡ്, അതാണ് ഔട്ട്പുട്ട്, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഫോട്ടോൺസ് ഇൻസിഡന്റ്, അതാണ് ഇൻപുട്ട്, ഇൻറ്റു 100. അപ്പൊ ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഐ ആണ് ഫോട്ടോ കറണ്ട്. ഫോട്ടോ കറണ്ട് എന്ന് വെച്ചാൽ ലൈറ്റ് വീഴുമ്പോൾ ജനറേറ്റ് ചെയ്യുന്ന കറണ്ടിനെയാണ് നമ്മൾ ഫോട്ടോ കറണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഐ ആണ് ഫോട്ടോ കറണ്ട് എന്നും, പിന്നെ പി ഔട്ട് ആണ് ഇൻസിഡന്റ് ഒപ്റ്റിക്കൽ, പി ഒ എന്ന് പറയുന്നതാണ്, P0 എന്ന് പറയുന്നതാണ് ഒപ്റ്റിക്കൽ പവർ, ഇൻസിഡന്റ് ആയിട്ടുള്ള ഒപ്റ്റിക്കൽ പവർ എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എഫിഷ്യൻസിക്ക് ഒരു ഇക്വേഷൻ എഴുതാം. എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എന്ന് വെച്ചാൽ ഐ ഡിവൈഡഡ് ബൈ ക്യൂ. ഐ എന്ന് പറയുന്നത് ജനറേറ്റ് ചെയ്യപ്പെടുന്ന കറണ്ട്, ഡിവൈഡഡ് ബൈ ക്യൂ എന്ന് പറയുന്ന ഒരു ഇലക്ട്രോണിന്റെ ചാർജ്, ഡിവൈഡഡ് ബൈ P0 എന്ന് പറയുന്നത് ഇൻസിഡന്റ് ഫോട്ടോൺ പവർ, ഡിവൈഡഡ് ബൈ H ന്യൂ എന്ന് പറയുന്നത് ഒരു ഫോട്ടോണിന്റെ എനർജി. ഇത്രയും പാരാമീറ്റേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എഫിഷ്യൻസി ഓഫ് ഫോട്ടോ ഡിറ്റക്ടർ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ചില കേസിൽ ഐക്ക് നമ്മൾ IP എന്ന് പറയും, ഫോട്ടോ കറണ്ട് ഉള്ളതുകൊണ്ട് IP എന്ന് ചിലപ്പോൾ റെപ്രസെന്റ് ചെയ്യും. അതേപോലെ തന്നെ P0ക്ക് ചിലപ്പോൾ P ഇൻ എന്ന് റെപ്രസെന്റ് ചെയ്യും, ഇൻസിഡന്റ് ഫോട്ടോൺ പവർ അല്ലേ. ഇതിന് ചില ടെക്സ്റ്റുകളിൽ P ഇൻ എന്നും പറയും. അത് രണ്ടും ഒന്നാണ്. ഐക്ക് പകരം IP യൂസ് ചെയ്യാം, അതേപോലെ P0ക്ക് പകരം P ഇന്നും യൂസ് ചെയ്യാം. അടുത്തത് റെസ്പോൺസിവിറ്റി. റെസ്പോൺസിവിറ്റി എന്ന് പറയുന്നത് ഏകദേശം ഈ എഫിഷ്യൻസി പോലെ തന്നെയാണ്. റെസ്പോൺസിവിറ്റി എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ജനറേറ്റഡ് ഫോട്ടോ കറന്റ് ടു ദി എമൗണ്ട് ഓഫ് ഒപ്റ്റിക്കൽ പവർ ഇൻസിഡന്റ്. അതായത് അവിടെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ജനറേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നതാണ് എഫിഷ്യൻസി. പക്ഷെ ഇവിടെ പറയുമ്പോൾ അത് കറണ്ടിന്റെ ടേംസിൽ പറയും. അതായത് ജനറേറ്റ് ചെയ്യുന്ന ഫോട്ടോ കറന്റ് IP ഡിവൈഡഡ് ബൈ ഇൻസിഡന്റ് ഫോട്ടോൺ പവർ. അപ്പൊ IP ഡിവൈഡഡ് ബൈ P ആണ്
ആർ റെസ്പോൺസിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇതിനൊരു ചെറിയ ഇക്വേഷൻ ഡെറിവേഷൻ ഉണ്ട്. അതിനുവേണ്ടി നമുക്ക് ആദ്യം ഇൻസിഡന്റ് ഫോട്ടോൺ റേറ്റിന്റെ ഇക്വേഷൻ അറിയണം. ഇൻസിഡന്റ് ഫോട്ടോൺ റേറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആർ പി എന്നാണ്. ആർ പി is equal to P in divided by H nu. P എന്ന് പറയുന്നത് ടോട്ടൽ ഇൻസിഡന്റ് ലൈറ്റിന്റെ പവർ ഡിവൈഡഡ് ബൈ ഒരു ഫോട്ടോണിന്റെ എനർജി, അതാണ് എച്ച് ന്യൂ. പി ഇൻ ഡിവൈഡഡ് ബൈ എച്ച് ന്യൂ ആണ് ഒരു ഫോട്ടോണിന്റെ ഇൻസിഡന്റ് ഫോട്ടോണിന്റെ റേറ്റ്. ഇനി ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രോണിന്റെ റേറ്റിനെയാണ് നമ്മൾ ആർ ഇ എന്ന് പറയുന്നത്. ആർ ഇ ഇസ് ഈക്വൽ ടു ഈറ്റ ഇൻറ്റു ആർ പി ആണ്. അപ്പൊ ഈ ആർ പിയുടെ ഇക്വേഷൻ നമുക്കറിയാം പി ഇൻ ബൈ എച്ച് ന്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പൊ ഇവിടെ ആർ പിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പി ഇൻ ഇൻറ്റു ഈറ്റ ഇൻറ്റു പി ഇൻ ബൈ എച്ച് ന്യൂ. ഇനി അടുത്ത നമ്മൾ ഈ ഇലക്ട്രോൺ റേറ്റ് വെച്ചിട്ട് നമ്മൾ ഫോട്ടോ കറണ്ട് ജനറേറ്റ് ചെയ്യുന്ന എത്ര നോക്കുകയാണ്. ഐ പിക്ക് ഇക്വേഷൻ ഉണ്ട്. ആർ ഇ അറിയാമെന്നുണ്ടെങ്കിൽ ഐ പി ഇസ് ഈക്വൽ ടു ആർ ഇ ഇൻറ്റു ക്യൂ ആണ്. അപ്പൊ ആർ ഇയുടെ ഇക്വേഷൻ നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഈറ്റ ഇൻറ്റു പി ഇൻ ബൈ എച്ച് ന്യൂ ഇൻറ്റു ക്യൂ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, ഇതിനകത്ത് ഈറ്റയും ക്യൂ ഒരുമിച്ച് എഴുതിയ ഈറ്റ ക്യൂ ബൈ എച്ച് ന്യൂ ഇൻറ്റു പി ഇൻ. അതേപോലെ നമുക്ക് ഐ പിക്ക് ഒരു ഇക്വേഷനും കൂടെ അറിയാം. എന്താണ് ഇത്? ഇതിനകത്തുനിന്ന് ഐ പിയുടെ ഇക്വേഷൻ എന്ത് എഴുതാം, ആർ ഇൻറ്റു പി ഇൻ എഴുതിക്കൂടെ. അപ്പൊ ഇതിനകത്ത് പി ഇൻ കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം, ആറിന്റെ ഇക്വേഷൻ എഴുതിക്കൂടെ. ഇതിനകത്ത് പി ഇന്നിനെ അങ്ങ് കളഞ്ഞു കഴിഞ്ഞാൽ ഐ പിയുടെ ഇക്വേഷൻ അല്ലേ ആറിന്റെ ഇക്വേഷൻ ആയിട്ട് വരിക. അപ്പൊ ആർ ഇസ് ഈക്വൽ ടു ഈറ്റ ഇൻറ്റു ക്യൂ ബൈ എച്ച് ന്യൂ. അതിൽ ന്യൂവിനെ നമുക്ക് എന്ത് എഴുതാം, ഫ്രീക്വൻസി ആണ്, സി ബൈ ലാംഡ എന്ന് എഴുതാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈറ്റ ക്യൂ ലാംഡ ബൈ എച്ച് സി എന്ന ഇക്വേഷൻ കിട്ടും. അപ്പൊ റെസ്പോൺസിവിറ്റി ഒക്കെ നമുക്ക് പ്രോബ്ലത്തിൽ ചോദിക്കും. ഇതിലെ ഓരോ ഇക്വേഷനും നമ്മൾ കാണാതെ പഠിക്കേണ്ട ഡെറിവേഷന്റെ സ്റ്റെപ്സിൽ നിന്ന് പ്രോബ്ലം ചോദിക്കും. എന്താണ് ഇലക്ട്രോൺ റേറ്റ്, എന്താണ് ഫോട്ടോൺ റേറ്റ്, അതേപോലെ പ്രൈമറി കറണ്ട് ജനറേറ്റ് ചെയ്ത് എത്ര ആണ്, റെസ്പോൺസിവിറ്റിയുടെ വാല്യൂ എത്ര ആണ്, ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരും. ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. ഈ ടേംസ് എല്ലാം തന്നിരിക്കും, നമ്മൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഈ ഒരു ഇക്വേഷൻ എന്നാണ് അതിന്റെ യൂണിറ്റ് എഴുതിയിരിക്കുന്നത്. ഇത് കറണ്ട് ആണ്, പ്രൈമറി ഫോട്ടോ കറണ്ട്. സോ ആംബിയേഴ്സ് ഡിവൈഡഡ് ബൈ വാട്ട് ആണ് ഇതിന്റെ, വാട്ട് എന്ന് പറഞ്ഞാൽ പവറിന്റെ യൂണിറ്റ്. ആംബിയേഴ്സ് പെർ വാട്ട് ആണ് റെസ്പോൺസിവിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. അടുത്തത് സ്പെക്ട്രൽ റെസ്പോൺസ്. സ്പെക്ട്രൽ റെസ്പോൺസ് എന്ന് പറയുന്ന ഒരു ഗ്രാഫ് ആണ്. ഔട്ട്പുട്ട് സിഗ്നൽ ഓഫ് ദ ഡിറ്റക്ടർ വിത്ത് വേവ് ലെങ്ത്. അപ്പൊ ഒരു എക്സ് ആക്സിസ് വേവ് ലെങ്തും വൈ ആക്സിസ് റിലേറ്റീവ് ഔട്ട്പുട്ടും എടുക്കുമ്പോൾ ഉള്ള ഒരു സ്പെക്ട്രം ആണ് സ്പെക്ട്രൽ റെസ്പോൺസ് എന്ന് പറയുന്നത്. Okay, output signal of the detector varies with the change in wavelength of the incident radiation. അപ്പൊ അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ഡെൽറ്റയാണ് നമ്മുടെ സെമി കണ്ടക്ടറിന്റെ എനർജി ബാരിയർ എന്ന് വിചാരിക്കുക. അത് വെച്ചിട്ടാണ് ലാംഡ മാക്സിന്റെ ഇക്വേഷൻ എഴുതുന്നത്. ലാംഡ മാക്സ് ഇസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് 1240 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ഇൻ ഇലക്ട്രോൺ വോൾട്ട്. ഇലക്ട്രോൺ വോൾട്ട് എന്ന് ബാൻഡ് ഗ്യാപ്പ് എനർജിയാണ് ഡെൽറ്റ. അപ്പൊ അതാണ് ലാംഡ മാക്സിന്റെ ഇക്വേഷൻ. എത്ര മാക്സിമം വേവ് ലെങ്ത് വരെ ഇതിനകത്ത് ഇൻസിഡന്റ് ചെയ്യിക്കാന്നുള്ളത്. ഓക്കെ, അടുത്തത് നോയിസ് ഇക്വലന്റ് പവർ. ഇതിനകത്ത് നമ്മൾ സിഗ്നൽ ടു നോയിസ് റേഷ്യോ ആണ് ശരിക്കും കണ്ടുപിടിക്കുന്നത്. അപ്പൊ സിഗ്നൽ ടു നോയിസ് റേഷ്യോ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനകത്തൊരു നോയിസ് വേണം. നോയിസ് എന്ന് വെച്ചാൽ നമ്മളിൽ ഓഫ്സെറ്റ് വോൾട്ടേജ് ഒക്കെ പറയത്തില്ലേ, അതേപോലെയാണ് ഇതിനകത്തുള്ള നോയിസ് പറയുന്നത്. അതായത് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താ, ഇൻപുട്ട് ഒന്നും കൊടുക്കാതിരിക്കുമ്പോഴും എന്തെങ്കിലും ഒരു വാല്യൂ ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്നതിനാണ് നമ്മൾ ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പൊ ഫോട്ടോ ഡിറ്റക്ടറിലും ഒരു ലൈറ്റും ഇൻസിഡന്റ് ആവാത്ത സമയത്തും ചിലപ്പോൾ എന്ത് ചെയ്യും, മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് കാരണം ഒരു കറണ്ട് ഔട്ട്പുട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യും. അതിനെയാണ് നമ്മൾ ഡാർക്ക് കറണ്ട് എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ നാനോ ആംബിയറോ പൈക്കോ ആംബിയറോ അത്രയും ചെറുതായിരിക്കും, എങ്കിലും അതൊരു നോയിസ് ആയിട്ട് ആക്ട് ചെയ്യും. അതാണ് ഡാർക്ക് കറണ്ട്. അതാണ് സോഴ്സ് ഓഫ് നോയിസ് ഇൻ ഫോട്ടോ ഡിറ്റക്ടർ എന്ന് പറയുന്നത്. അപ്പൊ സിഗ്നൽ ടു നോയിസ് റേഷ്യോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സിഗ്നൽ ടു നോയിസ് റേഷ്യോ ഇസ് ഈക്വൽ ടു സിഗ്നൽ പവർ ഡിവൈഡഡ് ബൈ നോയിസ് പവർ. ഇതിനകത്തുനിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഈ ഒരു നോയിസ് ഇക്വലന്റ് പവർ കണ്ടുപിടിക്കാം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി RMS ഇൻസിഡന്റ് പവർ. അതായത് എത്ര RMS ഇൻസിഡന്റ് പവർ, ഇൻസിഡന്റ് പവറിന്റെ RMS വാല്യൂ ആണ് ശരിക്കും NEP. എന്താണ്, വിച്ച് ഗീവ് റൈസ് ടു എ കറണ്ട്, ഒരു കറണ്ട് അത് ഉണ്ടാക്കും, whose RMS value is equal to the RMS value of the current due to noise effect. അതായത് നമ്മൾ ഒരു ഒരു ലൈറ്റും കൊടുക്കാതിരിക്കുമ്പോൾ ആണ് നോയിസ് ഇഫക്റ്റ് ഉണ്ടാവുന്നത് ഇല്ലേ. ഒരു കറണ്ടും കൊടുക്കാതിരിക്കുമ്പോൾ ഒരു ഫോട്ടോൺസും അവിടെ ഇൻസിഡന്റ് ആവാതിരിക്കുമ്പോൾ ഔട്ട്പുട്ടിൽ ഒരു കറണ്ട് ജനറേറ്റ് ചെയ്യുന്നു. അതാണ് ശരിക്കും നോയിസ് എന്ന് പറയുന്നത്. ആ കറണ്ടിന്റെ RMS വാല്യൂ എപ്പോ കിട്ടണം, നമ്മള് ഒരു ടൈപ്പ് ഫോട്ടോൺസ് ഇൻസിഡന്റ് ചെയ്യുമ്പോൾ അതേ RMS വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ആ ഇൻസിഡന്റ് ഫോട്ടോണിന്റെ RMS വാല്യൂ ആയിരിക്കും, പവറിന്റെ RMS വാല്യൂ ആയിരിക്കും നോയിസ് ഇക്വലന്റ് പവർ. ഒന്നുകൂടെ പറഞ്ഞു തരാം.
അതായത് നമുക്കൊരു ഫോട്ടോ ഡിറ്റക്ടർ ഉണ്ട്, 0 ഫോട്ടോൺസ് ഉള്ളപ്പോ ഒരു കറണ്ട് ജനറേറ്റ് ചെയ്യും. അതാണ് ശരിക്കും നോയ്സ് എന്ന് പറയുന്നത്. അതിന്റെ RMS വാല്യൂ നോക്കി വെക്കണം. അതിന്റെ RMS വാല്യൂ നോക്കി വെച്ചിട്ട് നമ്മൾ എപ്പോഴെങ്കിലും കുറച്ച് ഫോട്ടോൺസ് ഇൻസിഡന്റ് ചെയ്യുമ്പോഴും, ഫോട്ടോൺ പവർ ഇൻസിഡന്റ് ചെയ്യുമ്പോഴും ഇതേ RMS വാല്യൂ ഓഫ് കറണ്ട്, നോയ്സിന്റെ സെയിം RMS വാല്യൂ കിട്ടുകയാണെങ്കിൽ ഈ ഇൻസിഡന്റ് ആയിട്ടുള്ള ഫോട്ടോണിന്റെ പവറിന്റെ RMS വാല്യൂ ആണ് എന്ത്? നോയ്സ് ഇക്വലന്റ് പവർ. ഓക്കെ, then ഡിറ്റക്ടിവിറ്റി അല്ലെങ്കിൽ D സ്റ്റാർ എന്ന് പറയും. D സ്റ്റാർ is equal to is essentially the inverse of NEP. NEP എത്ര കിട്ടുന്നു അതിന്റെ റെസിപ്രോക്കൽ ആണ് D സ്റ്റാർ എന്ന് പറയുന്ന വാല്യൂ. അപ്പൊ അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്ന റൂട്ട് ഓഫ് A ബൈ NEP. NEP എത്ര കിട്ടുന്നു അത് ഡിനോമിനേറ്റർ ഇടുക. A എന്ന് പറയുന്ന ഏരിയ ആണ്, ഡിറ്റക്ടറിന്റെ യൂണിറ്റ് ഏരിയ ആണ് A എന്ന് പറയുന്നത്. റൂട്ട് ഓഫ് അതിന്റെ റൂട്ട് എടുത്തിട്ട് ചെയ്യാം. അപ്പൊ അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ഹെഡ്സിന്റെ റൂട്ട് ഡിവൈഡഡ് ബൈ വാട്ട്. ഇതാണ് ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മീറ്റർ റൂട്ട് ഓഫ് ഹെഡ്സ് ബൈ വാട്ട്. അടുത്തത് ടൈപ്സ് ഓഫ് ഫോട്ടോ ഡയോഡ്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ടൈപ്സ് ഓഫ് ഫോട്ടോ ഡയോഡ് 2 ടൈപ്പാണ് നമുക്ക് പഠിക്കാനുള്ളത്, പിൻ ഫോട്ടോ ഡയോഡും അവലാഞ്ചെ ഫോട്ടോ ഡയോഡും. ഇതാണ് പിൻ ഫോട്ടോ ഡയോഡിന്റെ ഒരു ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ പിൻ ഫോട്ടോ ഡയോഡ് എന്ന് ഇതിന് പേര് വരാൻ കാരണം ഇതിൽ 3 റീജിയൻസ് ഉണ്ട്. പി റീജിയൻ, എൻ റീജിയൻ, പിന്നെ നടുക്കൊരു ഇൻട്രിൻസിക് റീജിയൻ ആയിട്ടുള്ള ഐ റീജിയൻ ഉണ്ട്. അപ്പൊ ഈ ഐ റീജിയൻ ഇൻട്രിൻസിക് എന്ന് പറയുന്നെങ്കിലും ഇതിനകത്ത് ഇൻട്രിൻസിക് റീജിയൻ എന്ന് പറയുന്നത് ലൈറ്റ്ലി ഡോപ്ഡ് എൻ റീജിയൻ ആണ്. അതായത് ഇതൊരു ഡോപ്പിംഗ് ഉണ്ട്, ചെറിയ ഡോപ്പിംഗ് ഉണ്ട്, ലൈറ്റ്ലി ഡോപ്ഡ് എൻ റീജിയൻ ആണ്. അപ്പൊ ഇതുകൊണ്ടാണ് ഇതിന് PIN, പിൻ ഫോട്ടോ ഡിറ്റക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഫോട്ടോ ഡിറ്റക്ടേഴ്സ് മെയിൻലി റിവേഴ്സ് ബയസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് ബയസ് വോൾട്ടേജ് നെഗറ്റീവ് കണക്റ്റഡ് ടു പിയും പോസിറ്റീവ് കണക്റ്റഡ് ടു എന്നും ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ റിവേഴ്സ് ബയസ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഐ റീജിയന്റെ വിട്ട് എന്ത് ചെയ്യും? ഐ റീജിയൻ എന്തായിട്ട് ആക്ട് ചെയ്യും? ഡിപ്ലീഷൻ റീജിയൻ ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ അതിനകത്തെന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, ഇവിടെയുള്ള ഇലക്ട്രോൺസിനെ ആര് വലിക്കും? ഇവിടെയുള്ള പോസിറ്റീവ് ടെർമിനൽ വോൾട്ടേജ് വലിക്കും. അതേപോലെ ഹോൾസിന് എന്ത് ചെയ്യും? ഇവിടെയുള്ള നെഗറ്റീവ് ടെർമിനൽ അട്രാക്ട് ചെയ്യും. അപ്പൊ ഇതിനകത്ത് ഇനി ചാർജ് കാരിയേഴ്സ് ഒന്നും കാണത്തില്ല. ഇറ്റ് വിൽ ബി ഡിപ്ലീറ്റ് ഓഫ് ചാർജ് കാരിയേഴ്സ്. ഓക്കെ, അതുകൊണ്ടാണ് അതിനെ ഡിപ്ലീഷൻ ലെയർ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ആ ഒരു സ്റ്റേറ്റിലാണ് ഇത് ശരിക്കും നിൽക്കുന്നത്. ആ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫോട്ടോൺസ് ഇൻസിഡന്റ് ആക്കുന്നത്. ഫോട്ടോൺസ് ഇൻസിഡന്റ് ആക്കുന്നത് ഈ ഐ റീജിയനിലാണ് ഫോട്ടോൺസിനെ കൊണ്ടുവന്ന് ഫോളോ ചെയ്യിക്കുന്നത്. ഫോട്ടോൺസ് ഇവിടെ വന്ന് വീഴുമ്പോഴത്തേക്കും ഇവിടെ എന്തോ ഉണ്ട്? ശരിക്കും കോവാലന്റ് ബോൺസ് ഉണ്ട്. ഇലക്ട്രോൺ ഹോള് ബോണ്ട് ചെയ്ത് നിൽക്കുന്ന കോവാലന്റ് ബോൺസ് ഉണ്ട്. ഫ്രീ ഇലക്ട്രോൺസോ ഹോൾസോ ഒന്നുമില്ല. കാരണം അതെല്ലാം ഈ ബാറ്ററിയുടെ ടെർമിനൽ അട്രാക്ട് ചെയ്ത് ഡിപ്ലീറ്റഡ് ഓഫ് ഫ്രീ കാരിയേഴ്സ് ആണ്. അപ്പൊ ഇവിടെ ഫോട്ടോൺസ് വന്ന് വീഴുമ്പോ ആ ഫോട്ടോൺസിന്റെ എനർജി എന്ത് ചെയ്യും? ഇവിടെയുള്ള കോവാലന്റ് ബോണ്ട് അട്രാക്ട് ചെയ്തിട്ട് ഇലക്ട്രോൺ ഹോൾ പെയർസ് ജനറേറ്റ് ചെയ്യും. ആ ഇലക്ട്രോൺ ഹോൾ പെയർസ് എന്ത് ചെയ്യും? മൊബൈൽ ഇലക്ട്രോൺ ഹോൾ പെയർസ് ആണ് ജനറേറ്റ് ചെയ്യുന്നത്. അത് ഈ ഒരു എക്സ്റ്റേണൽ സർക്യൂട്ട് വഴി ഫ്ലോ ചെയ്യും. ആ ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസിനെയാണ് നമ്മൾ ഫോട്ടോ കാരിയേഴ്സ് എന്ന് പറയുന്നത്. അത് ഈ എക്സ്റ്റേണൽ സർക്യൂട്ടിൽ കൂടെ ഫ്ലോ ചെയ്യുമ്പോൾ ഉള്ള കറണ്ടിനെയാണ് ഫോട്ടോ കറണ്ട് IP അല്ലെങ്കിൽ പ്രൈമറി കറണ്ട് IP എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ ഇതിന്റെ വർക്കിംഗ്. ആദ്യമേ ഇതിനെ റിവേഴ്സ് ബയസ് ചെയ്യും. അപ്പൊ ഇവിടെ ഒരു ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യും. ഇതിനകത്ത് ഫ്രീ ചാർജ് കാരിയേഴ്സ് ഒന്നും തന്നെ കാണില്ല. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ കൊണ്ടുവന്ന് ഫോട്ടോൺസിനെ ഇൻസിഡന്റ് ആക്കുന്നത്. ഫോട്ടോൺസ് വന്ന് വീഴുമ്പോൾ എന്തുമാത്രം ഫോട്ടോൺസ് വന്ന് വീഴുന്നോ, ഏതൊക്കെ ഫോട്ടോൺസിന് എനർജി ഗ്യാപ്പ്, ബാൻഡ് ഗ്യാപ്പ് എനർജിയുടെ അത്ര എനർജി ഉണ്ടോ, ആ എനർജി ഇവിടെയുള്ള ഇലക്ട്രോൺ ഹോൾ പെയർ കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. അതായത് അത്രയും എനർജി ആ ഇലക്ട്രോണിന് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ ഇലക്ട്രോൺ എന്ത് ചെയ്യും? വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകും. പോയി കഴിയുമ്പോഴത്തേക്കും അതൊരു ഫ്രീ ഇലക്ട്രോൺ ആയി. ഫ്രീ ഇലക്ട്രോൺ ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഈ ഒരു എക്സ്റ്റേണൽ സർക്യൂട്ട് ഇവിടെ ക്ലോസ്ഡ് ആയിട്ട് കിടന്നാൽ അതിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. ഓക്കെ, അതാണ് ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അപ്പൊ ഇതിൽ എഴുതിയേക്കുന്നത് N ആൻഡ് P ടൈപ്പ് റീജിയൻ ഉണ്ട്. അതൊരു ഇൻട്രിൻസിക് റീജിയൻ വെച്ചിട്ട് ഡിവൈഡ് ചെയ്തേക്കാണ്. നടുക്കൊരു ഇൻട്രിൻസിക് റീജിയൻ ആണ്. അതൊരു ലൈറ്റ്ലി ഡോപ്ഡ് N ടൈപ്പ് റീജിയൻ ആണ്. ഒരു ലാർജ് റിവേഴ്സ് ബയസ് നമ്മൾ അപ്ലൈ ചെയ്യും. അപ്പൊ ഇൻട്രിൻസിക് റീജിയന്റെ അകത്ത് ചാർജ് കാരിയേഴ്സ് ഒന്നും തന്നെ കാണത്തില്ല. ആ സമയത്താണ് നമ്മൾ ഇൻട്രിൻസിക് റീജിയനിൽ ഇൻസിഡന്റ് ഫോട്ടോൺസ് കൊണ്ടുവരുമ്പോഴത്തേക്കും ബാൻഡ് ഗ്യാപ്പ് എനർജിനെക്കാട്ടിയും കൂടുതലുള്ള അല്ലെങ്കിൽ ബാൻഡ് ഗ്യാപ്പ് എനർജിക്ക് ഈക്വലോ അതിൽ കൂടുതലോ എനർജി ഉള്ള ഫോട്ടോൺസിൽ നിന്ന് എനർജി അബ്സോർബ് ചെയ്തിട്ട്
എന്ത് ചെയ്യും, ഇലക്ട്രോൺസ് വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകും. കണ്ടക്ഷൻ ബാൻഡിൽ എത്തിക്കഴിഞ്ഞാൽ അതൊരു ഫ്രീ ഇലക്ട്രോൺ ആണ്. അപ്പൊ ഇലക്ട്രോൺ ഹോൾ പെയർസ് ജനറേറ്റ് ചെയ്യും. അങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺ ഹോൾ പെയർസിന് പറയുന്ന പേരാണ് ഫോട്ടോ കാരിയേഴ്സ്. അപ്പൊ അത് അങ്ങനെ ഉണ്ടെങ്കിൽ എക്സ്റ്റേണൽ ബയസ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പൊ ഇവിടെ നമുക്ക് കാണാം, ഫോട്ടോൺസ് ഇൻസിഡന്റ് ആകുമ്പോൾ ഈ വാലൻസ് ബാൻഡിലെ ഇലക്ട്രോൺ എവിടോട്ട് പോകും, കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകും. കണ്ടക്ഷൻ ബാൻഡിൽ പോയി കഴിഞ്ഞാൽ ഒരു ഹോളും ജനറേറ്റ് ചെയ്തു, ഒരു ഇലക്ട്രോണും ജനറേറ്റ് ചെയ്തു. രണ്ടും മൊബൈലാണ്. എക്സ്റ്റേണൽ സർക്യൂട്ട് ഉണ്ടെങ്കിൽ കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പോ ഇൻസിഡന്റ് ഫോട്ടോൺസിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു കറണ്ട് നമുക്ക് വെളിയിൽ കിട്ടും. അപ്പൊ അതാണ് ഇവിടെ. അപ്പം ഇതിന് ഹൈ ഇലക്ട്രിക് ഫീൽഡ് റീജിയനിലാണ് ഇത് സംഭവിക്കുന്നത്. ഹൈ ഇലക്ട്രിക് ഫീൽഡ് റീജിയനിൽ ഇത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ ഇവിടെ ഹൈ ഇലക്ട്രിക് ഫീൽഡ് റീജിയൻ ഇൻട്രിൻസിക് റീജിയനിലാണ് ഉണ്ടാവുന്നത്, അവിടെയാണ് ഇത് നടക്കുന്നത്. അപ്പോൾ നമ്മൾ എക്സ്റ്റേണൽ സർക്യൂട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. ദാറ്റ് കറണ്ട് ഫ്ലോ ഇസ് കോൾഡ് ഫോട്ടോ കറണ്ട്. ദെൻ എന്താണ് നമുക്ക് ഇപ്പം ഉണ്ടാവുന്ന, അതായത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഇക്വേഷൻ ആണ് ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് സി ബൈ ഇ ജി, അല്ലെങ്കിൽ ഇ ജി ഇസ് ഈക്വൽ ടു എച്ച് സി ബൈ ലാംഡ. നമ്മൾ കണ്ടിട്ടുള്ള ഇക്വേഷൻ ആണ്. ലാംഡ ഇസ് ഈക്വൽ ടു 1.24 ഡിവൈഡഡ് ബൈ ഇ ജി. അപ്പൊ ഇത്രയും എനർജി, ഇ ജി എനർജി എന്ത് ചെയ്യണം, ഇൻസിഡന്റ് ലാംഡയ്ക്ക് വേണം, എങ്കിലേ ഇവിടെ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. അപ്പൊ ഈ ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്, ഇതൊന്ന് പഠിച്ചോണം, പ്രോബ്ലം ആയിട്ടൊക്കെ ചോദിക്കും. അടുത്തത് അവലാഞ്ചെ ഫോട്ടോ ഡയോഡ്. അവലാഞ്ചെ ഫോട്ടോ ഡയോഡ് നമ്മൾ അവലാഞ്ചെ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ അവലാഞ്ചെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ വളരെ എന്താണ്, റാപ്പിഡ് ആയിട്ട് ഇൻക്രീസ് ഇൻ ചാർജ് കെരിയേഴ്സിനാണ് അവലാഞ്ചെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതേപോലത്തെ ഒരു ഫിനോമിന നമ്മുടെ ഫോട്ടോ ഡയോഡിൽ നടക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഫോട്ടോ ഡയോഡാണ് അവലാഞ്ചെ ഫോട്ടോ ഡയോഡ് എന്ന് പറയുന്നത്. അതായത് ഉണ്ടാകുന്ന പ്രൈമറി ഫോട്ടോ കറണ്ട്, അതായത് ആദ്യം ഇൻസിഡന്റ് ആയിട്ടുള്ള ഫോട്ടോൺസ് വെച്ചിട്ട് ഇലക്ട്രോൺ ഹോൾ പെയർ ഉണ്ടാവുന്നതിനെയാണ് പ്രൈമറി ഫോട്ടോ കറണ്ട് എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യും, ഇന്റേണലി തന്നെ അത് മൾട്ടിപ്ലൈ ചെയ്ത് അതിന്റെ കറണ്ട് അങ്ങ് ആംപ്ലിഫൈ ചെയ്യും ഈ ഒരു ഫോട്ടോ ഡയോഡിനകത്ത്. അപ്പൊ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഒരു ഹൈ ഇലക്ട്രിക് ഫീൽഡ് റീജിയനിൽ കൂടെ ട്രാവേഴ്സ് ചെയ്യണം. ഈ ഉണ്ടാവുന്ന ഫോട്ടോ കറണ്ട് അല്ലെങ്കിൽ ഫോട്ടോ പ്രൈമറി കാരിയേഴ്സ് എവിടെ കൂടെ ട്രാവേഴ്സ് ചെയ്യണം, ഒരു ഹൈ ഇലക്ട്രിക് ഫീൽഡ് റീജിയനിൽ കൂടെ ട്രാവേഴ്സ് ചെയ്യണം. ഇൻ ദിസ് ഫീൽഡ് റീജിയൻ ദ ഫോട്ടോൺ, അതായത് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഹൈ ഫീൽഡ് റീജിയനിൽ കൂടെ ഇത് ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും അവിടുത്തെ എനർജി, ആ ഫീൽഡിന്റെ എനർജി ഈ പ്രൈമറി കാരിയേഴ്സ് അബ്സോർബ് ചെയ്തിട്ട് ഇതിന്റെ വെലോസിറ്റി അങ്ങോട്ട് കൂടും. ഇതിന്റെ വെലോസിറ്റി കൂടിയിട്ട് എന്ത് ചെയ്യും, വീണ്ടും കോവാലന്റ് ബോണ്ടുകൾ ബ്രേക്ക് ചെയ്ത് വീണ്ടും എനർജി കാരിയർ, ഫോട്ടോ കാരിയേഴ്സിനെ ജനറേറ്റ് ചെയ്ത് കറണ്ടിന്റെ എമൗണ്ട് കൂട്ടും. അതിനെയാണ് നമ്മൾ ഇമ്പാക്ട് അയണൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു, ഇങ്ങനെ കൊളൈഡ് ചെയ്തുണ്ടാവുന്നതും ഫീൽഡിൽ നിന്ന് എനർജി ആർജിച്ചിട്ട് എന്ത് ചെയ്യും, അടുത്തൊരു പെയർ ഓഫ് ബോണ്ടിങ് ബ്രേക്ക് ചെയ്ത് വീണ്ടും ഫോട്ടോ കാരിയേഴ്സിനെ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിനെയാണ് അവലാഞ്ചെ ഇഫക്റ്റ് എന്ന് പറയുന്നത്, ഈ ഒരു റാപ്പിഡ് ഇൻക്രീസ് ഇൻ ഫോട്ടോ കാരിയർ. അപ്പൊ അതിന്റെ ഒരു കൺസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ ഇതിനകത്ത് 4 ലെയർ ഉണ്ട്. ഒരു ഹൈലി ഡോപ്ഡ് എൻ ലെയർ ഉണ്ട്. ആദ്യത്തെ ലെയർ ഇതാണ്ട്, ഇത് എൻ പ്ലസ് എന്നിട്ടേക്കുന്ന ഒരു ഹൈലി ഡോപ്ഡ് എൻ ലെയർ, then ഒരു സാധാരണ ഡോപ്ഡ് പി ലെയർ, പിന്നെ ഒരു ലൈറ്റ്ലി ഡോപ്ഡ് എൻ ലെയർ, അതാണ് ഇൻട്രിൻസിക് റീജിയൻ, then ഒരു ഹെവിലി ഡോപ്ഡ് പി റീജിയൻ, അതായത് എൻ പി പ്ലസ് അങ്ങനെയാണ് പറയുന്നത്. അതായത് രണ്ടറ്റത്തും ഹെവിലി ഡോപ്ഡ് എൻ റീജിയനും പി റീജിയനും, നടുക്ക് എന്താണ്, ഒരു വെരി ലൈറ്റ്ലി ഡോപ്ഡ് എൻ റീജിയനും ഒരു അത്യാവശ്യം ഹെവിലി ഡോപ്ഡ് പി റീജിയനും ഉണ്ട്. അപ്പൊ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു പി എൻ ജംഗ്ഷൻ കിട്ടുന്നത് ഇവിടെയാണ് അല്ലേ. അതായത് നല്ലൊരു ഇതുള്ളത്, അതായത് അത്യാവശ്യത്തിന് കെരിയേഴ്സ് ഉള്ള ഒരു പി എൻ ജംഗ്ഷൻ കിട്ടുന്നത് ഇവിടെയാണ്, എൻ പ്ലസ് പി റീജിയനിലാണ്. അപ്പൊ നമ്മള് ഈ ഒരു റിവേഴ്സ് ബയസ് ആണ് ഇതിനകത്തും അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ റിവേഴ്സ് ബയസ് ഇങ്ങനെ കൂട്ടി കൊണ്ടുവരുമ്പോഴത്തേക്കും ഒരു സമയം എത്തുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ ഈ ഒരു ജംഗ്ഷനിൽ, എൻ പ്ലസ് പി ജംഗ്ഷനിൽ വെരി ഹൈ ഇലക്ട്രിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും. ആ വെരി ഹൈ ഇലക്ട്രിക് ഫീൽഡ് എത്തുമ്പോഴത്തേക്കും വേണം നമ്മൾ ഇൻട്രിൻസിക് റീജിയനിൽ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ലൈറ്റ് കൊണ്ട് ഇൻസിഡന്റ് ആക്കാൻ. അപ്പൊ ഇൻട്രിൻസിക് റീജിയൻ ഇപ്പൊ ഡിപ്ലീഷൻ റീജിയൻ ആയിട്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കുമാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ലൈറ്റ് കൊണ്ടുവന്ന് ഇൻസിഡന്റ് ആക്കുന്നത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും, ലൈറ്റിന്റെ എനർജി അബ്സോർബ് ചെയ്ത് ഇലക്ട്രോൺ ഹോൾ പെയർസ് ജനറേറ്റ് ചെയ്യും. അത് എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹൈ ഇലക്ട്രിക് ഫീൽഡ് റീജിയനിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ അത് ഇവിടെ കൂടെ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക്, ഇപ്പൊ ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോൺ അല്ലെങ്കിൽ ഹോള് ഇതിൽ കൂടെ പോകുമ്പോഴത്തേക്ക് ഇവിടെ ഹൈ ഫീൽഡ് റീജിയൻ ആണ്. അപ്പൊ ആ ഹൈ ഫീൽഡ് റീജിയനിൽ നിന്ന് എന്ത് ആർജിക്കും, എനർജി അത് പിടിച്ചെടുത്തിട്ട് അതിന്റെ വെലോസിറ്റി കൂടിയിട്ട് അത് തിരിച്ചെന്ത് ചെയ്യും, വന്ന് ഇവിടെയുള്ള ഒരു ഇലക്ട്രോൺ ഹോൾ പെയറിനെ ഇടിക്കുമ്പോൾ ആ എനർജി, ആ കൈനറ്റിക് എനർജി വിൽ ബി കൺവേർട്ടഡ് ഇൻടു ബോണ്ട് ബ്രേക്കിംഗ് എനർജി.
എന്നിട്ട് ബോണ്ട് ബ്രേക്ക് ചെയ്ത് വീണ്ടും 2 ജനറേറ്റ് ചെയ്യും. അതിൽ ഒരെണ്ണം ഈ ഫീൽഡിൽ എത്തുമ്പോൾ വീണ്ടും അതിന് എനർജി കിട്ടി അടുത്തൊരു ബാൻഡ്. അങ്ങനെ ബോണ്ട് ബ്രേക്ക് ചെയ്ത് എനർജി ആർജിച്ച് വീണ്ടും വീണ്ടും ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇമ്പാക്ട് അയണൈസേഷൻ അല്ലെങ്കിൽ അവലാഞ്ച് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ റിവേഴ്സ് ബയസ് കൊടുക്കുമ്പോൾ ഫീൽഡ് ഉണ്ടാവും, ദെൻ ഫോട്ടോൺ ഇൻസിഡന്റ് ചെയ്യുമ്പോൾ പ്രൈമറി കാരിയേഴ്സ് ഉണ്ടാവും, അത് ചെന്ന് ഫീൽഡ് വഴി പോകുമ്പോഴത്തേക്കും എനർജി ആർജിച്ച് സെക്കൻഡറി കാരിയേഴ്സിനെ ജനറേറ്റ് ചെയ്യും. അപ്പൊ ഇതാണ് അവലാഞ്ച് ഫോട്ടോ ഡയോഡ്. അത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. വായിച്ചു നോക്കുക, പോസ് ചെയ്ത് വെച്ചിട്ട് വായിച്ചു നോക്കുക, സെയിം കാര്യം തന്നെയാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ഇതിനകത്തൊരു മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ ഉണ്ട്, അതായത് മൾട്ടിപ്ലൈഡ് കറണ്ട് ഡിവൈഡഡ് ബൈ പ്രൈമറി കറണ്ട്. അതായത് ടോട്ടൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നതെന്ന് പറയുന്നതാണ് മൾട്ടിപ്ലൈഡ് കറണ്ട് ഡിവൈഡഡ് ബൈ പ്രൈമറി കറണ്ട് എന്ന് വെച്ചാൽ ഫോട്ടോൺസ് വന്ന് ഇടിക്കുമ്പോൾ ജനറേറ്റ് ചെയ്യുന്നതാണ് പ്രൈമറി കറണ്ട്. അത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ കിട്ടും. എത്ര ടൈംസ് നമ്മുടെ പ്രൈമറി കറണ്ട് മൾട്ടിപ്ലൈ ആയി എന്നുള്ള ഒരു വാല്യൂ കിട്ടും. ഇനി കമ്പാരിസൺ ആണ് പിന്നും എ പി ഡി തമ്മിലുള്ള കമ്പാരിസൺ. പിന്നിനാണെങ്കിൽ ലോ റിവേഴ്സ് ബയസ് മതി, എ പി ഡിക്ക് ഹൈ റിവേഴ്സ് ബയസ് വേണം. കാരണം ഹൈ ഫീൽഡ് റീജിയൻ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇമ്പാക്ട് അയണൈസേഷൻ കൊണ്ടുവരാൻ പറ്റുള്ളൂ. പിന്നെ ഇന്റേണൽ ഗെയിൻ ഒന്നും ഇല്ല, കാരണം വരുന്ന ഫോട്ടോണിന് പ്രപ്പോർഷണൽ ആയിട്ട് ഇലക്ട്രോൺസ് ജനറേറ്റ് ചെയ്യുന്നു. പക്ഷെ ഇവിടെ ഹൈ ഗെയിൻ ആണ്, കാരണം ഫോട്ടോൺസ് കാരണം ഉണ്ടാവുന്ന ഇലക്ട്രോൺസ് പിന്നെയും എന്ത് ചെയ്യുന്നു? ഇമ്പാക്ട് അയണൈസേഷൻ ഒക്കെ ചെയ്ത് ഒത്തിരി ഇലക്ട്രോൺസ് ആയിട്ട് ഒരുപാട് കറണ്ട് വെളി വരും. അപ്പൊ ഗെയിൻ ഭയങ്കര കൂടുതലാണ്. ഇതിന് ലോ സെൻസിറ്റിവിറ്റി ആണ്, ഇത് ഹൈ സെൻസിറ്റിവിറ്റി ആണ്. ഒരു ചെറിയ ഫോട്ടോൺ വന്ന് ഇടിച്ചാൽ തന്നെ അത് ആദ്യത്തെ ഒരു ഇലക്ട്രോൺ ഉണ്ടാക്കും, പിന്നെ ഇമ്പാക്ട് അയണൈസേഷൻ വഴി അതൊരു 10-100 ഇലക്ട്രോൺ ആയിട്ട് മാറും. സോ സെൻസിറ്റിവിറ്റി കൂടുതലാണ്. റെസ്പോൺസിവിറ്റി ഇതിന് കുറവാണ്, ഇതിന് റെസ്പോൺസിവിറ്റി കൂടുതലാണ്. ഇതിനകത്ത് ലെസ് നോയിസ് മോർ നോയിസ്. കാരണം എന്ന് വെച്ചാൽ എന്താണ്? ഇതിനകത്ത് ഡാർക്ക് കറണ്ട് മാത്രമേ നമുക്ക് വരത്തുള്ളൂ. ഇവിടെ വരുമ്പോൾ ആ ഡാർക്ക് കറണ്ടും കൂടെ എന്ത് ചെയ്യും? ആംപ്ലിഫൈ ചെയ്യും. അപ്പൊ അതുകൊണ്ട് മോർ നോയിസ് ആയിരിക്കും. പിന്നെ ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് ആണ് പിന്ന്, ടെമ്പറേച്ചർ ഡിപെൻഡന്റ് ആണ് എ പി ഡി. പിന്നെ ചീപ്പർ ആണ്, എ പി ഡി കോസ്റ്റ്ലിയർ ആണ്. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പൊ എന്തൊക്കെ നോക്കി? ഫോട്ടോ ഡിറ്റക്ടേഴ്സ് എന്താന്ന് നോക്കി, തെർമൽ ഡിറ്റക്ടേഴ്സും ഉണ്ട്, ഫോട്ടോൺ ഡിറ്റക്ടേഴ്സും ഉണ്ട്. ദെൻ നമ്മള് ക്യാരക്ടറിസ്റ്റിക്സ് 5 നോക്കി. അതിനുശേഷം പിൻ ഡയോഡിന്റെ വർക്കിംഗ്, എ പി ഡിയുടെ വർക്കിംഗ്, അത് തമ്മിലുള്ള കമ്പാരിസൺ. ഓക്കെ, താങ്ക് യു.